ഈ പറയുന്ന നീക്കിയുണ്ടായിരുന്നു. അതിലെ കത്തുകളായി മുഴുവൻ അയാൾക്ക് കിട്ടിയ കത്തുകളായി പ്രേമലേഖനങ്ങൾ. ഇയാളായ കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന പ്രേമലേഖനങ്ങൾ അപ്പോൾ കത്തുപോലെയല്ല, മറ്റുള്ളവരെ പ്രേമലേഖനം വായിക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷെ കള്ളന്മാർക്ക് വല്ലാതെ ദേഷ്യം വരികയും ഇത് വായിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ സൂത്രം ഇയാള് ഞങ്ങളെ കബളിപ്പിച്ചത്, ഇയാളെ എന്നെ പറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോ കത്തെടുക്കും. അപ്പൊ ഈ കത്തിലൊക്കെ ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രണയലേഖനങ്ങളെ വളരെ കമനീയമായ ചില കവറുകളിലൊക്കെ ഇട്ട് ഭംഗിയാക്കി പോസ്റ്റ് ഓഫീസിൽ ഇയാൾക്ക് അയച്ചു. അപ്പൊ ആദ്യത്തെ കത്ത് കിട്ടി. അപ്പൊ ഒരു കത്ത് ആദ്യമായിട്ട് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതൊരു താല്പര്യം ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോ ഇയാൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് ആദ്യം കിട്ടിയ പ്രണയലേഖനാണ്. എങ്കിലും ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷം തോന്നി. ഇത് വേറെ മനോഹരമായിട്ടുള്ള കമനീയമായിട്ടുള്ള കടലാസിൽ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയും ഇത് തന്നെ സംഭവിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ഈ വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് അടുത്ത തിങ്കളാഴ്ചയിൽ കാത്തിരിക്കാൻ തുടങ്ങി. അടുത്ത ആകാംക്ഷ ഓരോ ദിവസത്തും തോറും തന്നെ കാത്ത് വരുന്ന ഒരു പ്രണയലേഖനത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ഉറക്കം ഉപേക്ഷിക്കാനും ഇതിനെ കാത്തിരിക്കാനും തുടങ്ങി. ഇസബലായെന്ന് പറയുന്നത് ഇതാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. എഴുത്തുകാരൻ സമൂഹത്തിൽ നിന്ന് ഉള്ള പ്രണയലേഖനം അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇത് സ്വീകരിക്കുകയും വളരെ കമനീയമായ ചില അക്ഷരങ്ങളും പറഞ്ഞ കവറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോവൽ, കഥ, കവിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അയച്ചു തരികയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എഴുത്തുകാർ ചെയ്യുന്നത്. വലിയൊരു